Hi all, welcome back to my YouTube channel. So നിങ്ങൾക്കറിയാം നമ്മുടെ CPC എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പാറ്റേണിൽ നമുക്കതിലൊരു 7 മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നോക്കുകയാണെങ്കിൽ ഒരു 7 മാർക്ക് വരുന്നത് കോഡിംഗ് ഗൈഡ് ലൈൻസ് ആണ്. കോഡിംഗ് ഗൈഡ് ലൈൻസ് എന്ന് പറഞ്ഞാൽ ICD ഗൈഡ് ലൈൻസും CPT ഗൈഡ് ലൈൻസും വരുന്നുണ്ട്. മേജറായിട്ട് CPT ഗൈഡ് ലൈൻസ് തന്നെ ആയിരിക്കും ചോദിക്കുക. അപ്പോൾ ഞാൻ കരുതി നമുക്കൊരു 50 ക്വസ്റ്റ്യൻസ് കോഡിംഗ് ഗൈഡ് ലൈൻസിൻ്റെ ഒരു 50 ആണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. ചില പറ്റുമെങ്കിൽ 60 ആക്കാം. അങ്ങനെ ഒരു 50 ക്വസ്റ്റ്യൻസ് ഓർ 60 ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ നമുക്ക് ആ 7 മാർക്ക് എന്ന് പറഞ്ഞാൽ അത് നിസ്സാരമല്ലല്ലോ. 100 മാർക്കിൽ 7 മാർക്ക് എന്ന് പറഞ്ഞാൽ അത് ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഞാനൊരു 5 പാർട്സ് അല്ലെങ്കിൽ ഒരു 6 പാർട്സ് ഒക്കെ ആയിട്ട് വീഡിയോസ് ചെയ്യാം ഇന്ന് തൊട്ട്. അപ്പോൾ അതിൽ ഞാൻ ക്വസ്റ്റ്യൻസും ആൻസേഴ്സ് വിത്ത് എക്സ്പ്ലനേഷൻ ആയിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ട്രൂ ഓർ ഫാൾസ് ക്വസ്റ്റ്യൻ ആണ്. The following code combination 31526 69990 are correct if reported together. ഇത് ജസ്റ്റ് ഒരു ട്രൂ ഓർ ഫാൾസ് ക്വസ്റ്റ്യൻ ആണെങ്കിലും ഇതിൻ്റെ പുറകിൽ ഒരു വലിയ കൺസെപ്റ്റ് ഇരിക്കുന്നുണ്ട്. അതായത് ക്വസ്റ്റ്യൻ എന്താ, 31526ഉം 69990യും ഒരുമിച്ച് ഒരു പേഷ്യൻറ്റിന് ഒരുമിച്ച് കോഡ് ചെയ്യാൻ പറ്റുമോ? അപ്പോൾ നിങ്ങൾ 31526ൻ്റെ കോഡ് ഡിസ്ക്രിപ്ഷൻ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും. ലാരിംഗോസ്കോപ്പി, ഡയറക്റ്റ് ഡയഗ്നോസ്റ്റിക് വിത്ത് ഓപ്പറേറ്റിംഗ് മൈക്രോസ്കോപ്പ് ഓർ ടെലസ്കോപ്പ്. ഓക്കെ, ഇനി 69990 എന്ന് പറഞ്ഞാൽ എന്തിൻ്റെ കോഡാ? ഓപ്പറേറ്റിംഗ് മൈക്രോസ്കോപ്പിൻ്റെ കോഡാണ്. ഓക്കെ, ഇനി നമുക്ക് ഈ പർട്ടിക്കുലർ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ നമുക്ക് ജസ്റ്റ് ആ 31526 എടുത്ത് നോക്കി അതിൻ്റെ താഴെ കാണാൻ പറ്റും ഡു നോട്ട് റിപ്പോർട്ട് 31526 ഇൻ കൺജങ്ഷൻ വിത്ത് 69990. അപ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ഉത്തരം കിട്ടി. ഈ രണ്ടെണ്ണം ഒരുമിച്ച് കോഡ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, പക്ഷേ അതിനൊരു ജനറൽ ഗൈഡ് ലൈൻ വരുന്നുണ്ട്. അതായത് നമ്മൾ ഓപ്പറേറ്റിംഗ് മൈക്രോസ്കോപ്പിൻ്റെ കോഡ്, ഈ 69990 കോഡ് ചില കോഡ്സിൻ്റെ കൂടെ ഒന്നും കോഡ് ചെയ്യാൻ പാടില്ല. ആ ചില കോഡിൻ്റെ ലിസ്റ്റ്, അത് ഏതൊക്കെയാണ് ആ കോഡ്സ് അല്ലെങ്കിൽ ആ കോഡ് റേഞ്ച് എന്നുള്ളതിൻ്റെ ലിസ്റ്റ് നമുക്ക് ഈ 69990 കോഡിൻ്റെ തൊട്ട് മുകളിലായിട്ട് നമുക്ക് CPT ബുക്കിൽ കാണാൻ പറ്റും. കണ്ടോ, ഇത് ഞാൻ ആ ബുക്കിൽ ആ പോർഷൻ എടുത്തതാണ്. 69990 മൈക്രോസർജിക്കൽ ടെക്നിക്സ് റിക്വയറിംഗ് യൂസ് ഓഫ് ഓപ്പറേറ്റിംഗ് മൈക്രോസ്കോപ്പിൻ്റെ കോഡാണ്. ഓപ്പറേറ്റിംഗ് മൈക്രോസ്കോപ്പ് യൂസ് ചെയ്തതിൻ്റെ കോഡാണ് 69990. അപ്പോൾ ഇതിൻ്റെ തൊട്ട് മുകളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ കോഡ്സ് അല്ലെങ്കിൽ ആ റേഞ്ച് ഓഫ് കോഡ്സ്. അതിൽ വരുന്ന ഒറ്റ കോഡ്സും നമുക്ക് അതിൻ്റെ കൂടെ ഒന്നും നമുക്ക് 69990 കൊടുക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ക്വസ്റ്റ്യനിലെ കോഡ് 31526 നിങ്ങൾക്ക് അതിൽ കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ഈ കൺസെപ്റ്റ് അറിയുന്നുണ്ടെങ്കിൽ നമ്മൾ വേറെ 31526 എടുത്ത് നോക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ ഡയറക്റ്റ് നിങ്ങൾ 69990 പോയി എടുക്കുക. എന്നിട്ട് ഈ മുകളിലെ കോഡ് റേഞ്ചിൽ ആ പർട്ടിക്കുലർ കോഡ് ഉണ്ടോ നോക്കുക. അപ്പോൾ ഇവിടെ 31526 ഉള്ളത് കൊണ്ട് ആ രണ്ട് കോഡ്സ് ഒരുമിച്ച് വരില്ല. സോ ആൻസർ ഇസ് ഫാൾസ്. Then next question, which place of service code should be reported on the physician's claim for a surgical procedure performed in an ambulatory surgical center? അപ്പോൾ ambulatory surgical centerൽ ഒരു സർജിക്കൽ പ്രൊസീജിയർ ചെയ്താൽ പ്ലേസ് ഓഫ് സർവീസിൻ്റെ കോഡ് എന്താണ് ഫിസിഷ്യൻ ക്ലെയിം ചെയ്യേണ്ടത്? അപ്പോൾ നമുക്ക് ചിലർക്ക് അറിയുണ്ടാവില്ല, അതുകൊണ്ടാണ് ഞാൻ ഈ ക്വസ്റ്റ്യൻ ഇട്ടത്. നമ്മുടെ ബുക്കിൽ പ്ലേസ് ഓഫ് സർവീസ് എന്ന് പറഞ്ഞിട്ട് ഒരു ലിസ്റ്റ് ഓഫ് കോഡ്സ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അത് എവിടെ തന്നിട്ടുള്ളത് എന്ന് വെച്ചാൽ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ മോഡിഫയേഴ്സ് കൊടുത്തിട്ടുണ്ടല്ലോ, അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് പേജിൽ പ്ലേസ് ഓഫ് സർവീസ് എന്ന് പറഞ്ഞിട്ട് ഒരു ലിസ്റ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും 24 ആംബുലേറ്ററി സർജിക്കൽ സെൻറ്റർ, പിന്നെ ആംബുലേറ്ററി സർജിക്കൽ സെൻറ്റർ എന്താ എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സോ ആംബുലേറ്ററി സർജിക്കൽ സെൻറ്റർ ആണെങ്കിൽ പ്ലേസ് ഓഫ് സർവീസ് വരുന്നത് 24 ആണ്. സോ ആൻസർ C. Then third question, what surgical status indicator represents surgical global package for endoscopic procedure without an incision? അപ്പോൾ നമുക്കറിയാം 3 types of procedure-ന് ഗ്ലോബൽ സർജിക്കൽ പാക്കേജസ് വരുന്നുണ്ട്. അത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ സിമ്പിൾ പ്രൊസീജിയേഴ്സ് ആണെങ്കിൽ 0 ഗ്ലോബൽ പീരീഡ് ആണ്. അതുപോലെ മൈനർ സർജിക്കൽ പ്രൊസീജിയർ ആണെങ്കിൽ 10 days ഗ്ലോബൽ പീരീഡ് ആണ്. മേജർ സർജിക്കൽ പ്രൊസീജിയർ ആണെങ്കിൽ 90 days ഗ്ലോബൽ പീരീഡ് ആണ്. ഓക്കെ, ഇപ്പം നമ്മുടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത് ഒരു സിമ്പിൾ എൻഡോസ്കോപ്പിക് പ്രൊസീജിയർ, ഇൻസിഷൻ ഒന്നും ഇല്ലാത്ത ഒരു സിമ്പിൾ എൻഡോസ്കോപ്പിക് പ്രൊസീജിയർ, പ്രീ ഓപ്പറേറ്റീവ് ഡേയോ പോസ്റ്റ് ഓപ്പറേറ്റീവ് ഡേയോ ഒന്നുമില്ല. അപ്പോൾ അതെന്താ, അതൊരു സിമ്പിൾ പ്രൊസീജിയർ ആണ്. അതിന് 0 ആണ് വരുന്നത് ഗ്ലോബൽ പീരീഡ്. ഓക്കെ, അപ്പോൾ ആൻസർ C 000. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കടക്കുന്നതിന് മുന്നേ എനിക്ക് നിങ്ങളടുത്ത് പറയാനുള്ളത് എൻ്റെ എക്സാം പ്രിപ്പറേഷൻ ക്ലാസ്സിനെ കുറിച്ചാണ്. ഞാനൊരു 10 days എക്സാം പ്രിപ്പറേഷൻ ക്ലാസ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഞാനിത് ഓരോ വീഡിയോയിലും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ
പിന്നീട് എനിക്ക് മെയിൽ ചെയ്യുന്നവർ എൻ്റെ അടുത്ത് പറയുന്നുണ്ട് നമ്മൾ ഇതുവരെ അറിഞ്ഞില്ല മാം എക്സാം പ്രിപ്പറേഷൻ ക്ലാസ്സിനെ കുറിച്ച്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾ ഏത് വീഡിയോ ആണ് കാണുന്നത് അത് കാണുമ്പോഴാണ് നിങ്ങൾക്ക് കിട്ടുന്നത് എനിക്കറിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എല്ലാ വീഡിയോയിലും ഇടുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒരു 10 days എക്സാം പ്രിപ്പറേഷൻ ക്ലാസ് ആണ്. ഇത് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്താൽ, ഇപ്പോൾ നിങ്ങൾ ഓൾറെഡി ഡേറ്റ് എടുത്തവരാണ് പക്ഷേ സ്റ്റിൽ എക്സാം അറ്റൻഡ് ചെയ്യാൻ ഒരു കോൺഫിഡൻസ് ഇല്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ കോഴ്സൊക്കെ കംപ്ലീറ്റ് ചെയ്തു പക്ഷേ സ്റ്റിൽ നമുക്ക് ആ ഒരു കോൺഫിഡൻസ് വന്നിട്ടില്ല ഡേറ്റ് എടുക്കാൻ, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് മുന്നേ ഒരു 6 months ബാക്ക് അല്ലെങ്കിൽ 8 months ബാക്ക് കോഴ്സ് കംപ്ലീറ്റ് ചെയ്താണ്, ഇപ്പോൾ ആ ടച്ച് വിട്ടുപോയി, അങ്ങനത്തെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഫസ്റ്റ് ടൈം കിട്ടാത്തവരാണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ 10 days പ്രിപ്പറേഷൻ ക്ലാസ് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആയിരിക്കും. ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് എന്തൊക്കെയാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ നിങ്ങൾക്ക് എയ്തർ എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ അക്കൗണ്ട് ഉണ്ട് ഡോക്ടർ കോഡർ, അതിലേക്കൊന്ന് മെസ്സേജ് ചെയ്താൽ മതി, അല്ലെങ്കിൽ momsdiary3637@gmail.com എന്ന് പറഞ്ഞ എൻ്റെ ഇമെയിൽ ID-യിൽ നിങ്ങളൊരു മെസ്സേജ് ചെയ്താൽ ഞാൻ എൻ്റെ നമ്പർ പ്രൊവൈഡ് ചെയ്യാം, ഡീറ്റെയിൽസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യാം കേട്ടോ. Okay, in the fourth question, wound exploration codes include the following service: A. Exploration and repair. B. Exploration including enlargement, removal of foreign bodies, repair. C. Exploration including enlargement, repair and necessary grafting. D. Exploration including enlargement, debridement, removal of foreign bodies, minor vessel ligation and repair. അപ്പോൾ നമ്മളെ wound exploration codes വരുന്നത് മസ്കുലോസ്കെലറ്റൽ സിസ്റ്റം ചാപ്റ്ററിലാണ്. നിങ്ങൾക്ക് കോഡ് 20100 ഒക്കെ മുകളിലായിട്ട് കാണാൻ പറ്റും. 20100 ആണ് wound explorationന്റെ കോഡ്. അതിന് മുകളിലായിട്ട് അവിടെ എന്തൊക്കെയാണ് wound exploration കോഡ്സിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ളത് എന്ന് കൊടുത്തിട്ടുണ്ട്. ഞാൻ ആ പിക്ക് ജസ്റ്റ് ഇവിടെ ഷെയർ ചെയ്തിട്ടുണ്ട്. includes surgical exploration and enlargement of wound, extension of dissection to determine penetration, debridement, removal of foreign bodies, ligation, coagulation of minor subcutaneous and/or muscular blood vessel. അപ്പോൾ ഇതൊക്കെ ഇൻക്ലൂഡിംഗ് ആണ്. എന്തൊക്കെ? എക്സ്പ്ലോറേഷൻ ഇൻക്ലൂഡിംഗ് ആണ്, എൻലാർജ്മെന്റ്, ഡിബ്രൈഡ്മെന്റ്, റിമൂവൽ ഓഫ് ഫോറിൻ മെറ്റീരിയൽ, മൈനർ വെസൽ ലിഗേഷൻ എല്ലാം ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ആൻസർ ഇസ് ഡി. ഓക്കെ, the next one, which of the following procedures can be coded separately when performed by the anesthesiologist? So anesthesiologist കോഡ് ചെയ്യുമ്പോൾ ഇതിൽ ഏത് പ്രൊസീജിയർ ആണ് വന്നിട്ടുണ്ടെങ്കിൽ അത് സെപ്പറേറ്റ് ആയിട്ട് കോഡ് ചെയ്യേണ്ടത്. അപ്പോൾ എ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ബ്ലഡ്, ബി മോണിറ്ററിംഗ് ഓഫ് എ സെൻട്രൽ വീനസ് ലൈൻ, സി കാപ്നോഗ്രഫി, ഡി മോണിറ്ററിംഗ് ഓഫ് എൻ ഇകെജി. നമുക്ക് അനസ്തേഷ്യ ചാപ്റ്ററിന്റെ സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് ഗൈഡ് ലൈൻസ് ഒക്കെ, ചാപ്റ്റർ സ്പെസിഫിക് ഗൈഡ് ലൈൻസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ ഏതൊക്കെ പ്രൊസീജിയേഴ്സ് ആണ് ഇതിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്, ഏതൊക്കെയാണ് ഇൻക്ലൂഡ് ആയിട്ടില്ലാത്തത്, അതായത് സെപ്പറേറ്റ് കോഡ് ചെയ്യേണ്ടത് ഏതൊക്കെയാണ് എന്നൊക്കെയുള്ള ഒരു ലിസ്റ്റ് അതിൻ്റെ ഒരു സെക്കൻഡ് പാരഗ്രാഫ് ഒക്കെ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പിക്കാണ് ഈ കാണുന്നത്. ദീസ് സർവീസസ് ഇൻക്ലൂഡ്സ് എന്ന് പറഞ്ഞിട്ട് എന്തൊക്കെയാണ് അതിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ളത്: യൂഷ്വൽ പ്രീ ഓപ്പറേറ്റീവ്, പോസ്റ്റ് ഓപ്പറേറ്റീവ് വിസിറ്റ്, അനസ്തേഷ്യ കെയർ ഡ്യൂറിംഗ് പ്രൊസീജിയർ, അഡ്മിനിസ്ട്രേഷൻ ഓഫ് ഫ്ലൂയിഡ് ആൻഡ് ഓർ ദ യൂഷ്വൽ മോണിറ്ററിംഗ് സർവീസ്, അങ്ങനെ ഒക്കെ പറയുന്നുണ്ട്. ഇനി ഇൻക്ലൂഡ് അല്ലാത്തത് അതിൻ്റെ ലാസ്റ്റ് 2 ലൈൻസിൽ കൊടുത്തിട്ടുണ്ട്. അൺയൂഷ്വൽ ഫോംസ് ഓഫ് മോണിറ്ററിംഗ്, എക്സാമ്പിൾ ഇൻട്രാ ആർട്ടീരിയൽ, സെൻട്രൽ വീനസ് ആൻഡ് സ്വാൻ ഗാൻസ് ആർ നോട്ട് ഇൻക്ലൂഡഡ്. അതായത് ഈ അൺയൂഷ്വൽ ഫോംസ് ഓഫ് മോണിറ്ററിംഗിൽ ഏതെങ്കിലും ഇൻട്രാ ആർട്ടീരിയൽ അല്ലെങ്കിൽ സെൻട്രൽ വീനസ് ലൈൻ അല്ലെങ്കിൽ സ്വാൻ ഗാൻസ് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ അഡീഷണലി സെപ്പറേറ്റ് കോഡ് ചെയ്യണം. അപ്പോൾ അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ, ഏതാണ് അഡീഷണലി സെപ്പറേറ്റ് കോഡ് ചെയ്യേണ്ടത് എന്ന്. ഇപ്പോൾ ഏതാണ് ഈ തന്നിട്ടുള്ള ഓപ്ഷൻസിൽ ഏതാ? സെൻട്രൽ വീനസ് ലൈൻ, മോണിറ്ററിംഗ് ഓഫ് സെൻട്രൽ വീനസ് ലൈൻ. ഓക്കെ, അപ്പോൾ ആൻസർ വരുന്നത് ബി. Then sixth one, what are some examples of fracture after care? ഇപ്പോൾ നമുക്കറിയാം ഫ്രാക്ചറിന് ഇനീഷ്യൽ ഫ്രാക്ചർ കെയറും ഉണ്ട്, ആഫ്റ്റർ കെയറും ഉണ്ട്. അപ്പോൾ ഇനീഷ്യൽ കെയർ എന്ന് പറഞ്ഞാൽ ഫ്രാക്ചറിന്റെ ട്രീറ്റ്മെന്റ്, ക്ലോസ്ഡ് ട്രീറ്റ്മെന്റ്, ഓപ്പൺ ട്രീറ്റ്മെന്റ്, അതൊക്കെയാണ് ഇനീഷ്യൽ ഫ്രാക്ചർ കെയർ എന്ന് പറഞ്ഞാൽ വരുന്നത്. ഓക്കെ, പിന്നെ ആഫ്റ്റർ കെയർ എന്ന് പറഞ്ഞാൽ ഈ ഇനീഷ്യൽ ഫ്രാക്ചർ കെയർ കഴിഞ്ഞിട്ട് പിന്നെയുള്ള ഹീലിംഗ് പീരീഡിൽ, ആ ഹീലിംഗ് ഫേസിൽ കൊടുക്കുന്ന കെയർ ആണ് ഫ്രാക്ചർ ആഫ്റ്റർ കെയർ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഹീലിംഗ് ഫേസിൽ എന്തൊക്കെയാ യൂഷ്വലി ഉണ്ടാവാറ്? പോയി കഴിഞ്ഞാൽ ഇട്ടിട്ടുള്ള കാസ്റ്റ് ചേഞ്ച് ചെയ്യും, അതുപോലെ മെഡിക്കേഷൻ ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യും. ഓക്കെ, അങ്ങനെ ആ ഹീലിംഗ് ഫേസിൽ ചെയ്യുന്ന കാര്യങ്ങളാണ് ഫ്രാക്ചർ ആഫ്റ്റർ കെയർ എന്ന് പറയുന്നത്. അപ്പോൾ ഓപ്ഷൻസ് നോക്കിയാൽ എയിലും ബിയിലും സിയിലും ഒക്കെ ഫോളോ അപ്പ് ഫോർ ഹീൽഡ് ഫ്രാക്ചർ വരുന്നുണ്ട്. ഹീൽഡ് ഫ്രാക്ചറിന്റെ ഫോളോ അപ്പ് ആഫ്റ്റർ കെയർ അല്ല. ഓക്കെ, അത് ഫ്രാക്ചർ മാറി ഹീലായിട്ട് പിന്നെ ഫോളോ അപ്പ് ആണ്, അത് വരുന്നില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ആൻസർ ഡി ആണ്, കാസ്റ്റ് ചേഞ്ച്, മെഡിക്കേഷൻ അഡ്ജസ്റ്റ്മെന്റ്. Then seventh question, a 42-year-old patient was undergoing anesthesia in an ambulatory surgical center and began having complication prior to administration of anesthesia. The surgeon immediately discontinued the planned surgery. If the insurance company requires a reported modifier, what modifier is best describing the extenuating circumstances?
അതായത് ആംബുലേറ്ററി സർജിക്കൽ സെൻറ്ററിൽ പേഷ്യൻറ്റിന് ഒരു പ്രൊസീജിയർ ചെയ്യാണ്. അപ്പോൾ പെട്ടെന്ന് ബിഫോർ അനസ്തേഷ്യ, പ്രൊസീജിയർ ചെയ്യുന്നതിന് മുന്നേ ബിഫോർ അനസ്തേഷ്യ തന്നെ പേഷ്യൻ്റിന് ഒരു കോംപ്ലിക്കേഷൻ ഉണ്ടായി. അങ്ങനെ ആ പ്രൊസീജിയർ സ്റ്റോപ്പ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇൻഷുറൻസ് കമ്പനിക്ക് മോഡിഫയർ ഇട്ട് കൊടുക്കണമെങ്കിൽ ഏത് മോഡിഫയർ ആണ് ഇട്ട് കൊടുക്കേണ്ടത്? അപ്പം നമുക്കറിയാം മോഡിഫയർ 73 എന്ന് പറഞ്ഞാൽ ഡിസ്കണ്ടിന്യൂഡ് ഔട്ട് പേഷ്യൻറ്റ് പ്രൊസീജിയർ പ്രയർ ടു അഡ്മിനിസ്ട്രേഷൻ ഓഫ് അനസ്തേഷ്യ. അനസ്തേഷ്യ കൊടുക്കുന്നതിന് മുന്നേ തന്നെ പ്രൊസീജിയർ സ്റ്റോപ്പ് ചെയ്തു. എവിടെ? ഔട്ട് പേഷ്യൻറ്റിൽ. ആംബുലേറ്ററി സർജിക്കൽ സെൻറ്റർ എന്ന് പറഞ്ഞാൽ ഒരു ഔട്ട് പേഷ്യൻറ്റ് സർവീസ് ആണ്. ഓക്കെ, അതുകൊണ്ട് മോഡിഫയർ 73 ആണ് വരുന്നത്. ബാക്കി മോഡിഫയേഴ്സ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുള്ള ബാക്കി മോഡിഫയേഴ്സ് ഒക്കെ എന്താ? മോഡിഫയർ 53 ഡിസ്കണ്ടിന്യൂഡ് പ്രൊസീജിയർ ആണ് പറയുന്നത്. അതിൽ ഔട്ട് പേഷ്യൻ്റ് ആണ് എന്നൊന്നും പറയുന്നില്ല. നമ്മൾ ഇൻ പേഷ്യൻ്റ് കേസിലൊക്കെ പ്രൊസീജിയർ ഡിസ്കണ്ടിന്യൂ ചെയ്താൽ അത് കൊടുക്കും. ദെൻ മോഡിഫയർ 23 ഇസ് അൺയൂഷ്വൽ അനസ്തേഷ്യ. യൂഷ്വലി അനസ്തേഷ്യ റിക്വയർ ചെയ്യേണ്ടാത്തവിടത്ത് അനസ്തേഷ്യ കൊടുക്കുമ്പോഴൊക്കെയാണ് നമ്മൾ മോഡിഫയർ 23 ഇട്ട് കൊടുക്കേണ്ടത്. ദെൻ മോഡിഫയർ 74ഉം ഡിസ്കണ്ടിന്യൂഡ് ഔട്ട് പേഷ്യൻ്റ് പ്രൊസീജിയർ ആണ്. പക്ഷേ എപ്പോൾ? ആഫ്റ്റർ അഡ്മിനിസ്ട്രേഷൻ ഓഫ് അനസ്തേഷ്യ. അനസ്തേഷ്യ അഡ്മിനിസ്റ്റർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പ്രൊസീജിയർ ഡിസ്കണ്ടിന്യൂ ചെയ്താലാണ് 74 കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവിടെ അനസ്തേഷ്യ അഡ്മിനിസ്റ്റർ ചെയ്യുന്നതിന് മുന്നേ പ്രൊസീജിയർ ഡിസ്കണ്ടിന്യൂ ചെയ്തുകൊണ്ട് 73 കൊടുത്തു. Then 8th question, a pregnant patient presents with baby in a breech presentation. During the delivery, the doctor attempts to turn the baby while it is still in the uterus. The baby turns but then immediately resumes his previous position. Can this service be billed? If so, what is the code? അപ്പോൾ എന്താ ഉണ്ടായതെന്ന് വെച്ചാൽ ബേബി, ഒരു പ്രഗ്നന്റ് പേഷ്യൻറ്റിൻ്റെ ബേബി ബ്രീച്ച് പ്രസൻറ്റേഷനിലാണ്. ബ്രീച്ച് പ്രസൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? തല തിരിഞ്ഞ പ്രസൻറ്റേഷൻ ആണ്. ഓക്കെ, ബേബീൻ്റെ പ്രസൻറ്റേഷൻ തല തിരിച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ ഡെലിവറിൻ്റെ ടൈമിൽ ഫിസിഷ്യൻ ഡോക്ടർ ബേബിനെ ടേൺ ചെയ്യാൻ അറ്റംപ്റ്റ് ചെയ്തു യൂട്രസിൽ. പക്ഷേ ബേബി ടേൺ ചെയ്യാൻ അറ്റംപ്റ്റ് ചെയ്തെങ്കിലും ബേബി ഇമ്മീഡിയറ്റ്ലി പ്രീവിയസ് പൊസിഷനിലേക്ക് തിരിഞ്ഞുപോയി. ഓക്കെ, അപ്പോൾ നമുക്കത് കോഡ് ചെയ്യാൻ പറ്റുമോ? ഫസ്റ്റ് ഓപ്ഷനിൽ വരുന്നുണ്ട് പറ്റില്ല, കാരണം ഡോക്ടറിന് പറ്റിയില്ല, അനേബിൾ ആണ്, സക്സസ് ആയിട്ടില്ല. സെക്കൻഡ് വണ്ണിൽ ഇത് ഓൾറെഡി ഗ്ലോബൽ ഒബ്സ്റ്റെട്രിക്കൽ സർജിക്കൽ പീരീഡിൽ ഇൻക്ലൂഡഡ് ആണ്. തേർഡ് വണ്ണിൽ കൊടുക്കാം, കാരണം ഫിസിഷ്യൻ ട്രൈ ചെയ്തു പക്ഷെ അൺസക്സസ്ഫുൾ ആണ്. ഓക്കെ, ഫോർത്ത് ഡിയിൽ എന്താ കൊടുത്തിട്ടുള്ളത്? പോസ്റ്റ്മോർട്ടം കെയറിൽ ഓൾറെഡി ഇൻക്ലൂഡഡ് ആണ് എന്ന്. അപ്പോൾ നമ്മൾ ആൻസർ എന്താണെന്ന് വെച്ചാൽ ഫിസിഷ്യൻ അറ്റംപ്റ്റ് ചെയ്തു, ടേൺ ചെയ്തു, എന്നിട്ട് ബേബി പിന്നെയും ടേൺ ബാക്ക് ചെയ്തതാണ്. ഓക്കെ, അതുകൊണ്ട് നമുക്കത് ഫിസിഷ്യൻ, അവിടെ ഒരു ഫിസിഷ്യൻ്റെ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫിസിഷ്യൻ്റെ ആ വർക്കിന് ഫിസിഷ്യന് പേയ്മെൻറ്റ് കിട്ടണം. ഓക്കെ, അതുകൊണ്ട് എന്താ ആൻസർ? സി. സിൻസ് ദ ഡോക്ടർ ഡിഡ് ദ വർക്ക് ഈവൻ ദോ ദ ഔട്ട്കം വാസ് അൺസക്സസ്ഫുൾ, റിപ്പോർട്ട് ദിസ് പ്രൊസീജിയർ വിത്ത് കോഡ് 59412. ഓക്കെ, the 9th question, which of the following statement is true regarding sequencing of external cause codes? അപ്പോൾ നമുക്ക് എക്സ്റ്റേണൽ കോസ് കോഡ്സ് ഒന്നിൽ കൂടുതൽ കോസസ് ഉള്ള കേസസ് ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് അതിനൊരു സീക്വൻസിങ് ഓർഡേഴ്സ് വരുന്നുണ്ട്. അതായത് ഒന്നിൽ കൂടുതൽ എക്സ്റ്റേണൽ കോസസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഫസ്റ്റ് ഇത് കൊടുക്കണം, പിന്നെ സെക്കൻഡ് വൺ ഇത് കൊടുക്കണം, തേർഡ് വൺ ഇത് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടൊരു സീക്വൻസിങ് ഓർഡർ ഉണ്ട്. അപ്പോൾ ഞാൻ നെക്സ്റ്റ് സ്ലൈഡിൽ പറഞ്ഞു തരാം. അപ്പോൾ ഈ ഓപ്ഷൻസിൽ വരുന്നത് external cause code for transport accident take priority over all other external cause code except cataclysmic events and child and adult abuse and terrorism. അപ്പോൾ ആ സീക്വൻസിങ് പ്രയോറിറ്റി എന്ന് വെച്ചാൽ ഇതാ, ഒന്നിൽ കൂടുതൽ എക്സ്റ്റേണൽ കോസ് കോഡ്സ് വരുന്നുണ്ടെങ്കിൽ അതിൽ ചൈൽഡ് ആൻഡ് അഡൾട്ട് അബ്യൂസ് ഉണ്ടെങ്കിൽ അത് വേണം ഫസ്റ്റ് കൊടുക്കാൻ, ടെററിസം ഉണ്ടെങ്കിൽ അത് വേണം സെക്കൻഡ് കൊടുക്കാൻ, കെറ്റാക്ലിസ്മിക് ഇവൻറ്റ്സ് വരുന്നുണ്ടെങ്കിൽ അത് വേണം തേർഡ് കൊടുക്കാൻ. കെറ്റാക്ലിസ്മിക് ഇവൻറ്റ്സ് എന്ന് പറഞ്ഞാൽ നാച്ചുറൽ കലാമിറ്റീസ് കേട്ടോ, സൈക്ലോണും ഫ്ലഡും ഒക്കെ പോലത്തെ കണ്ടീഷൻസ്, എർത്ത് ഒക്കെ പോലത്തെ കണ്ടീഷൻസ്. ദെൻ ട്രാൻസ്പോർട്ട് ആക്സിഡൻറ്റ്സ് നാലാമതാണ് കൊടുക്കേണ്ടത്. ഓക്കെ, ദെൻ 10th question, physical status modifiers are appended to codes listed in which major section of CPT book? ഏതിലാണ് നമ്മൾ ഫിസിക്കൽ സ്റ്റാറ്റസ് മോഡിഫയേഴ്സ് ഇട്ട് കൊടുക്കേണ്ടത്? ENTമിലാണോ, അനസ്തേഷ്യയിലാണോ, സർജറി സെക്ഷനിലാണോ, മെഡിസിനിലാണോ? അപ്പോൾ ഈ ഫിസിക്കൽ സ്റ്റാറ്റസ് മോഡിഫയേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് അനസ്തേഷ്യയുടെ സ്റ്റാർട്ടിങ്ങിലെ ചാപ്റ്റർ സ്പെസിഫിക് ഗൈഡ് ലൈൻസിൽ കുറച്ച് മോഡിഫയേഴ്സ് കാണാൻ പറ്റും. ഇതാ അതിൻ്റെ പിക്ക് P1, P2, P3, P4, P5, P6 എന്നൊക്കെ പറഞ്ഞിട്ട് ഇതാണ് ഫിസിക്കൽ സ്റ്റാറ്റസ് മോഡിഫയേഴ്സ്. ഇത് നമ്മൾ അനസ്തേഷ്യ കോഡ്സിൻ്റെ കൂടെയാണ് കൊടുക്കേണ്ടത്. നോർമൽ ഹെൽത്തി പേഷ്യൻ്റ് ആണെങ്കിൽ P1 ഇട്ട് കൊടുക്കണം. ചെറിയ സിസ്റ്റമിക് ഡിസീസ്, അതായത് മൈൽഡ് ഹൈപ്പർ ടെൻഷൻ ഒക്കെയാണ് എന്നുണ്ടെങ്കിൽ P2 ഇട്ട് കൊടുക്കണം. സിവിയർ സിസ്റ്റമിക് ഡിസീസ്, അൺകൺട്രോൾഡ് ഡയബറ്റിസ് അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ P3 ഇട്ട് കൊടുക്കണം. ഓക്കെ, അങ്ങനെ ഫിസിക്കൽ സ്റ്റാറ്റസ് മോഡിഫയേഴ്സ് അനസ്തേഷ്യ കോഡ്സിനാണ് കൊടുക്കേണ്ടത്. സോ ആൻസർ ബി.
ഓക്കെ, അപ്പോൾ ഈ 10 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയി മനസ്സിലായി എന്ന് എക്സ്പെക്ട് ചെയ്യുന്നു. പിന്നെ എക്സാം പ്രിപ്പറേഷൻ ക്ലാസ്സിന് ജോയിൻ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ എനിക്ക് മെയിൽ ചെയ്യുക അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് വരുന്നതാണ്. താങ്ക്